much we is pleasure. Boom, cheap pleasure. ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഫാർ ക്രൈ മറ്റേ സൈബർ തൂത്തിനെ നമുക്കൊന്ന് ടേം ചെയ്യുന്ന ഒരു ഇത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് അവനെ ടേം ചെയ്യാം. നമ്മൾ ആ ഒരു മാപ്പിൻ്റെ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ആ സൈഡിൽ എന്തായാലും സൈബർ തൂത്ത് വരാൻ ഭയങ്കര ചാൻസാണ്. ഇപ്പോഴും ഒരു 99% ചാൻസാണ് അവിടെ സൈബർ തൂത്ത് വരാൻ ഗൈസ്. അവൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ എന്തായാലും കാണാവേ. ഇവിടെ ഒട്ടനെ എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് ഗൈസ്. മീറ്റിട്ട് ഗൈസ്, നമുക്ക് ഇവനെ എന്തായാലും ഇപ്പോൾ കിട്ടും. ഓക്കെ, നമുക്ക് ടേൺ ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സൈബർ തൂത്തിനെ ഗൈസ് ടേൺ ചെയ്തു. ഇതാണ് ഗൈസ് നമ്മൾ പറഞ്ഞത്. ഇന്ന് ഇവനെ കൊണ്ട് നമ്മൾ വേട്ടയ്ക്ക് പോവാണ് ഗൈസ്. ഇന്ന് നമ്മൾ ഇവനെ കൊണ്ട് വേട്ടയ്ക്ക് പോവാണ്. ഓരോ മെഷീൻ എടുത്ത് നോക്കാം. ആ മെഷീനകത്ത് നമുക്ക് ഇവനെ കൊണ്ട് ഇന്ന് വേട്ട ചെയ്യിക്കാം ഗൈസ്. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്താണേലും ഇന്ന് ഇവനെ കൊണ്ട് പൊളിക്കും. പിന്നെ നമ്മൾ സൈബർ തൂത്താണ് ഗൈസ്. ഇവനുണ്ടെങ്കിൽ നമുക്ക് മറ്റേ മാമൂത്തിനെ വരെ നമുക്ക് 2 ഇതെറിഞ്ഞാൽ മതി. എന്താ മറ്റേ സംഭവം ഉണ്ടല്ലോ, എന്തായിരുന്നു ആ സംഭവത്തിൻ്റെ പേര് മറന്നു ഗൈസ്. മറ്റേ എന്താ സ്പിയർ, ഗൈസ് സ്പിയർ എറിഞ്ഞാൽ മതി. അപ്പം തന്നെ 2 സ്പിയർ എറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇവൻ നോക്കിക്കോളും. പക്ഷേ സ്പിയറൊന്നും എറിഞ്ഞില്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്. ഇവനെ അടിച്ചുറക്കും മാമൂത്തൊക്കെ. പക്ഷെ മാമൂത്തിന് നമുക്ക് വെറ്റാക്കാൻ പറ്റത്തില്ല. വെറ്റാക്കാൻ പറ്റിയായിരുന്നെങ്കിൽ അതിനെ ഞാനങ്ങ് വെറ്റാക്കിയേനെ ഗൈസ്. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. നമുക്ക് ഇത് നല്ലൊരു കയറ്റമാണ്. പക്ഷേ നല്ലൊരു മലയായിരുന്നു. അവിടെ നിന്നൊക്കെ എടുത്ത് കയറി കഴിഞ്ഞാൽ അപ്പം തീരും ഗൈസ്. ഇനി ഇതിൻ്റെ വീഡിയോസ് ഞാൻ വരും. സൈബർ തൂത്തിൻ്റെ മറ്റേ വേറൊരു സാധനമുണ്ട് ഗൈസ്, ഒരു വെഡ്ഡിയും പൊക്കെ സാധനമാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പവർ കൂടിയൊരു ഇനമാണ്. അതിനെ ഞാൻ പിടിക്കുന്ന വീഡിയോ ഇനി ഇടും ഗൈസ്. എന്തായാലും അപ്പം നോക്കാം. എൻ്റെ പുറയിൽ കുറച്ച് പേര് വരുന്നുണ്ട്. അയ്യോ ഗൈസ്, ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട്. അവനിപ്പോൾ വരും. വന്നു കഴിഞ്ഞാൽ ഗൈസ് അവന്മാരിപ്പോൾ ഓടും. എന്താണേലും അവന്മാരോട് അവളെ അനക്കത്തില്ല. നമ്മുടെ ചെക്കൻ കണ്ടോ വന്നു. ഇനി ഒന്നും പേടിക്കാനില്ല ഗൈസ്. അവനുള്ളപ്പോൾ പിന്നെ ഒന്നും പേടിക്കാനില്ല. ഇതെന്താ കരടിയാണോ? അല്ല, കരടിയല്ല ഗൈസ്. അവനെ വേട്ടയ്ക്ക് ഇട്ടിട്ടുണ്ട് ഗൈസ്. നല്ല സ്പീഡുണ്ട്, അതുപോലെ തന്നെ നല്ല അറ്റാക്കിങ്, നല്ല സ്ട്രെങ്തുമാണ് ഉള്ളത്. പണ്ടുമായിട്ട് ഇടയിൽ കൂടെ മറ്റേ വൂൾഫ് വന്നിട്ട് എന്തുവാണ് അതിൻ്റെ ഇടയിൽ കൂടെ വൂൾഫ് വന്നിട്ട്, ഈ വൂൾഫ് വെറും വൃത്തികെട്ടൊരു ജീവിയാണ്. ഇതിനകത്ത് ഇവനിപ്പോഴും ഇടയിൽ കൂടെ ഉണ്ടാക്കാൻ നോക്കുന്നത്. എനിക്കിത് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഗൈസ്. നമുക്ക് എന്തായാലും ആ മെഷീൻ്റെ അങ്ങോട്ട് പോവാം. പിന്നെ കുറച്ച് ദൂരം കൂടെ ഉണ്ട് ഗൈസ്. നമ്മളെന്നിട്ട് അവിടെ വെച്ച് മെഷീൻ തുടങ്ങും. അപ്പം അറിയാമല്ലോ എന്താണ് സംഭവം എന്ന്. ഓക്കെ, നമ്മളിപ്പോൾ ചെല്ലും ഗൈസ്. ഇത് വേട്ടയാടാൻ തന്നെയാണ് ഗൈസ് പോകുന്നത്. കുറേ എണ്ണത്തിന് ഇന്ന് കൊന്നു തള്ളും. നമുക്കെതിരായിട്ടുള്ളവന്മാരെ എല്ലാത്തിനും ഇന്ന് കൊന്നു തള്ളാൻ തന്നെയാണ് ഗൈസ് പോകുന്നത്. ഇന്ന് എന്തായാലും കണ്ടോ ബ്രദേഴ്സ് ഇൻ നീഡ്. ഓക്കെ ഗൈസ്, അവൻ പറയുന്നത് വെച്ചാൽ അവൻ്റെ ഒരു ബ്രദറുണ്ട്, അതിനെ പോയി രക്ഷിക്കണം. ആ ഒരു മൈൻഡ് സെറ്റാണ്, ആ ഒരു ഇതിലാണ് അവൻ്റെ അടുത്ത് ഇനി ആൾക്കാരൊക്കെ വരും അവനെ കൊല്ലാൻ. അപ്പം അവനെ രക്ഷിക്കണം. പിന്നെ അവന് കുറച്ച് കഴപ്പൂത്തൊരുതനാണ്. അങ്ങനെ സംഭവമുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഗൈസ് ഹെഡ് ഷോട്ട് തന്നെ അടിച്ചങ്ങ് ഉറക്കാം. രണ്ടാമത്തെ ഹെഡ് ഷോട്ട് ഗൈസ്. മൂന്നാമത്തെ ഹെഡ് ഷോട്ട് കയറാൻ പോകുന്നില്ല. അത് കയറിയില്ല ഗൈസ്. അങ്ങനെ കാണത്തോലില്ല പിന്നല്ലേ ഹെഡ് ഷോട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ അവനെ കൊന്നു. അവൻ ഗൈസ്, ഇവന് എന്ത് പറ്റി? എടാ തലയ്ക്കൊക്കെ ഇടിച്ചേക്കുന്നു ഗൈസ്. അവനിപ്പോഴാണ് നമ്മളെ മനസ്സിലായത്. അതിന് മുന്നേ ഇവനങ്ങ് അഹങ്കാരമാണല്ലോ ഗൈസ്. ഇവനെന്ത് കാണിക്കാൻ പോന്നേ? അവനെ പൊക്കിയെടുത്ത് ഗൈസ്. എടാ മോനെ, അവൻ ഗ്രില്ലടിക്കാൻ പോവാണ് ഗൈസ്. അവനവളെ ഇട്ട് കത്തിച്ചു.
നമുക്ക് ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് ഇടാം. ഇതൊക്കെ ഭയങ്കര വയലൻസാണ്, നമ്മളതൊന്നും കാണേണ്ട ആവശ്യമില്ല. ഇനി നമുക്കാണ് വയലൻസ് ചെയ്യാനുള്ളത്. ഇതെന്ത് നമുക്ക് ചെയ്യാനുള്ളത് എന്തുവാ? ഇത് വെച്ച് ഇങ്ങനെ കത്തിച്ച് കളയുവാണോ? കത്തിച്ചത് ഇങ്ങനെ അറിയാനാണ് വേണ്ടി. അതുകൊണ്ട് ഒരുത്തം വരുന്നുണ്ട് ഗൈസ്. നോക്കാം, ഷോട്ട് കൊടുത്തേക്കാം. ഓക്കെ, അവൻ കത്തി തീർന്നു. അത്ര ഉള്ളവൻ. ഓക്കെ, ഇത് ഇങ്ങനെയാണെന്ന് തോന്നുന്നില്ലല്ലോ ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. സൗണ്ട് ഉണ്ട് എവിടുന്നോ സൗണ്ട് ഉണ്ട്, പക്ഷെ എവിടെയാണെന്ന് അറിയത്തില്ല. അതൊക്കെ അവൻ നോക്കിക്കോളും. ഓക്കെ, ഇനിയാണ് ഗൈസ് എനിക്ക് മനസ്സിലായത്. നമുക്ക് പെയ്യെ അവനെ എടുത്തുകൊണ്ട് പോയിട്ട് ആ തീക്കകത്തോട്ട് ഇടണം. മറ്റേ അവൻ ചെയ്തില്ലേ, ആ സെയിം വയലൻസാണ് നമ്മളും ചെയ്യേണ്ടത്. അവനെ എടുക്കുക, തീക്കകത്തോട്ട് ഇടുക, കത്തിക്കുക. അങ്ങനെ 3 ബോഡിയാണ് നമ്മൾ ചെയ്യേണ്ടത്. 3 ബോഡി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇത് തന്നെ പറയുന്നത്, വീണ്ടും നമുക്ക് അറ്റാക്കിങ് വരാൻ പിന്നെ ചാൻസ് ഉണ്ട്. നമ്മൾ പിന്നെ അവനെ രക്ഷിക്കണം. അവൻ്റെ ആ ലൈഫാണ് ഗൈസ് അതിൻ്റെ മണ്ടയ്ക്ക് കൊടുത്തേക്കുന്നത്. ഗൈസ് കാട്ടുതീ പടർന്ന് ഇനിയിപ്പോൾ ഇവിടെ എല്ലാം തീ എത്തും. ഇതൊക്കെയാണ് പ്രശ്നം ഗൈസ്. നമ്മൾ സൈബർ ടൂത്തിൻ്റെ പവർ നിങ്ങൾ കണ്ടില്ലേ? വേഗം തന്നെ അവനോടെ പോയടാ. വീണ്ടും സൈബർ ടൂത്തിൻ്റെ അടുത്ത് പോയിരിക്കുന്നു. അതിനെ കൊല്ല. എന്നാൽ പിന്നെ ഈ പൊട്ടൻ്റെ അടുത്ത് ഞാനില്ലേ, എന്നാൽ അവൻ എന്നെ കൊന്നാൽ പോരെ ഗൈസ്. ഇവന്മാരല്ലേ ഇങ്ങനെ? അവർക്കൊന്നും ബുദ്ധിയില്ലേ? പള്ളിക്കുളത്തിൽ പോയിട്ടില്ലേ? എന്താടാ കുട്ടാ, ഇങ്ങനെയൊക്കെയാണോ ഗൈസ്? ഓക്കെ, എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. എന്നാലും എനിക്ക് ഇതുപോലത്തെ ഓരോരോ എന്താണ് ഗെയിമും കാര്യങ്ങളും വീഡിയോസൊക്കെ ഞാൻ ഇടത്തുള്ളൂ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ ഗൈസ്, അല്ലെങ്കിൽ ഞാൻ ഡൗൺ ആവും. ഇപ്പം നമുക്ക് ചാനലിൽ വീഡിയോസൊന്നും വരില്ല. നിങ്ങളുടെ ചെറിയ സപ്പോർട്ടിലാണ് ഞാനിങ്ങനെ പെയ്യെ ഇങ്ങനെ പിടിച്ചങ്ങ് നിൽക്കുന്നത്. നിങ്ങൾ പിന്നെയും സപ്പോർട്ട് വരുമ്പോൾ ഞാൻ പിന്നെയും കുറച്ചുകൂടെ പവറായിട്ട് ഓരോരോ ഗെയിമൊക്കെ പിന്നെയും കൊണ്ടുവന്ന്, ചിലപ്പോൾ കുറച്ച് പുതിയ ഗെയിമൊക്കെ കൊണ്ടുവരും, ചിലപ്പം ചിലരൊക്കെ കളിക്കാത്ത ഗെയിമൊക്കെ കൊണ്ടുവരും. അങ്ങനത്തെ കില്ലാടി ഗെയിമൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും, കില്ലാഡീസ്. ഓക്കെ ഗൈസ്, എന്തായാലും അവനെയും കൂടെ പിടിച്ച് നോക്കി തീക്കകത്തോട്ടിട്ടാൽ നമ്മുടെ ഈ മെഷീൻ തീരുവാണെന്നാണ് പറയുന്നത്. കണ്ടോ, അവൻ്റെ ലൈഫ് ഒരിച്ചിരി പോലും കുറഞ്ഞിട്ടില്ല. സൈബർ ടൂത്തുള്ളപ്പോൾ എന്തോ കുറയാൻ അല്ല, ഒരിച്ചിരി കുറഞ്ഞിട്ടുണ്ടെന്ന്. ഇച്ചിരി അല്ലേ കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സൈബർ ടൂത്തുള്ളതുകൊണ്ടല്ലേ അവൻ എത്ര രക്ഷപ്പെട്ടെ. അല്ലെങ്കിൽ വൈസ് തീ പിടിച്ച് ചത്തേനെ. ഇപ്പോൾ ഇവൻ കാണിക്കുന്ന ഓരോ തോന്നിവാസത്തിന് കൂട്ട് വയ്ക്കുന്ന നമ്മളെ പറഞ്ഞാണ് സത്യം പറഞ്ഞത്. മര്യാദയ്ക്ക് കൊന്നിട്ട് പോകാനുള്ള അവന് തീക്കകത്തിടണം എന്തൊക്കെയാണ്. ഇത് കണ്ടോ അവൻ്റെ. ഓക്കെ, അവന് ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട് ഗൈസ്. എന്താല്ലേ ഹെഡ് ഷോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഫയർ പബ്ജിയിൽ മാത്രമല്ല, ഈ ഗെയിമിനകത്തും ഹെഡ് ഷോട്ടിന് പവറുണ്ട്. അല്ല എന്ന് പറഞ്ഞ് ഇത് മാത്രമല്ല, വേറെ കുറേ ഗെയിംസിലും പവർ ഉള്ളതുകൊണ്ട്. എന്ത് ചെയ്യടാ, എനിക്ക് അടിക്കുക. അവൻ്റെ തല അവൻ്റെ നെറ്റിക്കകത്തത് അടിച്ച് കയറിയിട്ടുണ്ട് ഗൈസ്. അവിടെ 2 പേരെ പിടിച്ചടാ, 2 പേരെ പിടിച്ച് ഗൈസ്. നമ്മുടെ സൈബർ ടൂത്ത് ഒരു ജാതി പവറാണ് കേട്ടോ. ഓക്കെ, എന്തായാലും കൊള്ളാം. അവനെയും കൊന്നു ഗൈസ്. നമുക്ക് ഇനിയുമുണ്ട്. എന്തിയാ അവൻ എന്ത് ചെയ്യും? എടാ, അവൻ്റെ ലൈഫ് പറയുന്നുണ്ട് ഗൈസ്. അവൻ്റെ ലൈഫ് പറയുന്നു. എന്താണേലും നമുക്ക് അവന് ഒത്തിരി ലൈഫ് കുറയ്ക്കാൻ പറ്റില്ല. അവൻ ചത്തു പോയി കഴിഞ്ഞാൽ മെഷീൻ ഫീൽഡാവും. നമ്മൾ ഇത്ര നേരം കളിച്ചൊക്കെ വെറുതെ ആവും ഗൈസ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബീസ്റ്റ് കില്ല് സൈബർ ടൂത്തിൻ്റെ കില്ലാണ് ഗൈസ്. ഇജാതിയാ ഫുള്ള്. അവൻ കളിക്കുന്നുണ്ട് ഗൈസ്. നൈസായിട്ട് കളിക്കുന്നത്. പോവുക, കൊല്ലുക, നൈസായിട്ട് എൻ്റെ അടുത്ത് വരിക, പിന്നെയും പോവുക, കൊല്ലുക, പിന്നെ എൻ്റെ അടുത്ത് വരിക. അങ്ങനെയാണ് ഗൈസ് അവൻ കളിക്കുന്നത്. അവൻ നൈസായിട്ടാണ് കളിക്കുന്നത്. നൈസ് ഒരു ബീസ്റ്റാണ്. എനിക്ക് സൈബർ ടൂത്തിനെ പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനി എന്തായാലും ഇവനെ വെച്ചേ കളിക്കത്തുള്ളൂ. പിന്നെ ഇവനെ വെച്ച് കളിക്കുമ്പോൾ ഇവിടുത്തെ മൃഗത്തിനൊക്കെ ഓരോന്ന് പേടിയാണ്. കണ്ടോ, പോവുക, കൊല്ലുക, പെയ്യെ ഇവിടെ അങ്ങ് വരും. എൻ്റെ പുറകിലുണ്ട് ഇപ്പോൾ അവൻ. വയസ്സ് ഒരുത്തനൂടുണ്ട്. അവൻ എന്ത് ചെയ്യുന്ന അറിഞ്ഞുവിടാ. എന്ത് ഓക്കെ, അവനെയും കൊന്നു.
ഓക്കെ, നമ്മുടെ കളി കഴിഞ്ഞെന്ന് തോന്നുന്നു. നമ്മുടെ മെഷീൻ ഇതുകൂടെ ഉള്ളെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, നമ്മുടെ മെഷീനൊക്കെ കഴിഞ്ഞു. അവനിനിയും സന്തോഷിച്ചോട്ടെ, നമ്മളെ സഹായിച്ചുകൊണ്ടല്ലയോ പോട്ട്, ചെറുക്കനല്ലയോ പോട്ട്. ഗൈസ് എന്ത് ചെയ്യേ. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ മെഷീൻ ഇത്രേ ഉള്ളൂ ഗൈസ്. എന്തായാലും കൊള്ളാം, ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നില്ല, ഇഷ്ടപ്പെടണം പ്ലീസ്, കഷ്ടമുണ്ട് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം ഗൈസ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മളെ സൈബത്വത്തിൻ്റെ ഫേസ് ഉണ്ടോ ഗൈസ്, ഇതാണ് സംഭവം. ഉണ്ടോ, പാവം ചെറുക്കനാ, അടങ്ങി ഒതുങ്ങിയൊക്കെ നിന്നോളൂ, വലിയ കുഴപ്പമൊന്നും ഇല്ല. ഇനി വയ്യാവിലേക്ക് പിടിക്കാതിരുന്നാൽ മതി. ചിലപ്പോൾ വേണേൽ മാമൂത്തിൻ്റെ കഷത്തിലൊക്കെ വേണേൽ പോയി കയറും ഗൈസ്, അതൊന്നൊക്കെ പറയാൻ പറ്റത്തില്ല. ഓക്കെ, എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.